മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയങ്ങൾ കീഴടക്കിയ തിരുനബി ചരിതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് സംസാരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറത്തുൻ നബി ബയോഗ്രാഫി, അതിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പ്രവാചക പട്ടം കിട്ടുന്നതിന് മുമ്പുള്ള 2-3 വർഷം അവിടെ നിന്ന് തുടങ്ങി നമ്മൾ മുമ്പോട്ട് പോവാണ് ഇൻഷാ അല്ലാഹ്. പ്രവാചകൻ ഈ യൗവനത്തിൽ, അതായത് ഈ 40 വർഷം മുമ്പുള്ള സമയത്ത് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഇൻ്റലിജൻ്റ് ആയിരുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ മുമ്പിൽ വന്നാൽ അതിന് നല്ല പരിഹാരം കണ്ടെത്താൻ, ആ പ്രശ്നം പരിഹരിക്കാനുള്ള വഴി എന്താണെന്നുള്ളത് നല്ല രീതിയിൽ അത് പ്രശ്നപരിഹാരത്തിനുള്ള വഴി കണ്ടെത്താനുള്ള ഒരു കഴിവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. പ്രവാചകൻ അതേപോലെ തന്നെ വളരെയധികം സമയം സൈലൻസ്, അതായത് നിശബ്ദത പാലിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇത് പ്രവാചകൻ്റെ മുമ്പോട്ടുള്ള സമയം നമുക്ക് കാണാം. ഹീറ ഗുഹയിൽ പോയി മെഡിറ്റേഷൻ, അവിടെ ധ്യാനത്തിൽ ഇരിക്കുന്ന സമയം, അതിന് ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് വളരെയധികം ഉപകരിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിടുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല. നല്ല കാര്യങ്ങൾ എന്തുണ്ടോ അത് ചെയ്യാനും, കൺസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നല്ല ഗുണങ്ങളുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാറുണ്ടായിരുന്നു. ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ആർക്കും ഗുണമില്ലാത്ത അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രവാചകൻ ഇടപെടാറില്ലായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മദ്യപാനം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും വളരെ മാറി ദൂരെ നിൽക്കുമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടത്തില്ല. പിന്നെ അതേപോലെ തന്നെ ഈ മൃഗങ്ങളെ, ഈ ബിംബങ്ങളുടെ അല്ലെങ്കിൽ ഓൾട്ടർ എന്ന് പറയും, ബിംബങ്ങൾക്ക് അല്ലെങ്കിൽ വേറെ ദൈവങ്ങൾക്ക് വേണ്ടി അറുത്ത മൃഗങ്ങളുടെ മീറ്റ്, അതിൻ്റെ മാംസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിട്ടില്ല. അതിൽ നിന്നും വളരെ മാറി നിൽക്കുമായിരുന്നു. ഓക്കെ. അതേപോലെ തന്നെ ഈ ബിംബാരാധന, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രവാചകന് വളരെ അധികം വെറുപ്പ് ഉളവാക്കുന്നതായിരുന്നു. അതിൽ നിന്ന് വളരെയധികം മാറി നിന്നിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഈ ബിംബങ്ങളുടെ പേരിൽ പ്രതിജ്ഞ ചെയ്യുകയാണെങ്കിൽ, ഈ അല്ലാത്ത്, അൽ ഉസ്സ എന്നൊക്കെ പറയുന്ന ബിംബങ്ങളുടെ അവരുടെ പേരിൽ ആരെങ്കിലും പ്രതിജ്ഞ എടുത്താൽ അത് കേൾക്കുന്നത് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ അല്ലാതെയും വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാതിരിക്കാൻ പ്രവാചകനെ പടച്ചവൻ ദൈവം തമ്പുരാൻ തന്നെ ചെറുപ്പം മുതലേ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു. ഒരു പ്രാവശ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു കല്യാണത്തിന് പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഈ സമയത്ത് പ്രവാചകൻ ആട്ടിടയനാണ്, ആടുകളെ മേയിക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ ഒരു കല്യാണത്തിന് പോകാനായിട്ട്, ഒരു ഖുറൈശിയുടെ വീട്ടിൽ കല്യാണത്തിന് പോകാനായിട്ട് കൂടെ ഉണ്ടായിരുന്ന ഒരു ആട്ടിടയൻ്റെ അടുത്ത് പറഞ്ഞ്, എൻ്റെ ആടുകളെ നോക്കുക എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ട് ആ ആടുകളെ അയാളെ ഏൽപ്പിച്ച് ഈ കല്യാണ വീട്ടിൽ പോയി. ഈ ചെറുപ്രായത്തിൽ ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ അവിടുത്തെ മ്യൂസിക് കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങനെയൊന്നും അവിടെ പോയി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അവിടെ പോയി ഇരുന്ന് മ്യൂസിക് നടക്കുന്നു, ഞാൻ അവിടെ പോയി ഇരുന്ന് ഉറങ്ങി എപ്പോഴും എണീച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. സൂര്യൻ്റെ വെട്ടം അടിച്ച് അതിൻ്റെ ചൂട് മേത്ത് വീണപ്പോഴാണ് എണീച്ചത്. അതായത് അവിടെ പോയി ഒന്നും കണ്ടില്ല, ഒന്നും കേട്ടില്ല, അവിടെ പോയി ഇരുന്ന് തന്നെ ഉറങ്ങിപ്പോയി. ഇത് പടച്ചവൻ ചെയ്ത ഒരു പ്ലാൻ ആയിരുന്നു. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൂരെ മാറ്റി നിർത്തി പടച്ചവൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും പ്രൊട്ടക്റ്റ് ചെയ്തു. ഇത് പ്രവാചകൻ്റെ ലൈഫിലുണ്ടായിരുന്ന സംഭവമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഭാവത്തിൽ വളരെ എളിമത്തം ഉള്ള ആളായിരുന്നു. അതേപോലെ തന്നെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു. ആൾക്കാരുടെ അടുത്തൊക്കെ നല്ല രീതിയിൽ പെരുമാറിയിരുന്നു. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഒരു തരത്തിലുള്ള കളങ്കം ഇല്ലാത്ത സ്വഭാവമായിരുന്നു. വളരെ സത്യസന്ധത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചിഹ്നം തന്നെയായിരുന്നു. റസൂലുള്ളാഹിയുടെ ഒരു വളരെ വലിയൊരു ക്വാളിറ്റി ആയിരുന്നു സത്യസന്ധത.
അതേപോലെ തന്നെ ദേഷ്യപ്പെടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ സിമ്പിൾ, വളരെ സൗമ്യനായിരുന്നു, ദേഷ്യം വരാത്ത ഒരു വ്യക്തിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എല്ലാവരുടെ നല്ല രീതിയിൽ പെരുമാറിയിരുന്നു. അതിഥികളെ വളരെയധികം നോക്കുകയും ചെയ്തിരുന്ന ആതിഥേയ മര്യാദ ഉണ്ടായിരുന്ന ഒരു സ്വഭാവമായിരുന്നു പ്രവാചകൻ്റെ. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രതിജ്ഞ ചെയ്താൽ, എന്തെങ്കിലും ഒരു വാക്ക് കൊടുത്താൽ ആ വാക്ക് പാലിക്കുക എന്നുള്ളത് പ്രവാചകൻ്റെ വളരെയധികം നിഷ്കർഷത പാലിച്ചിരുന്ന ഒരു സംഗതിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഗുണങ്ങൾ കാരണം അവിടുത്തെ ആൾക്കാർ പ്രവാചകനെ വിളിച്ചിരുന്ന പേര്, മക്കയിലെ ആൾക്കാർ വിളിച്ചിരുന്ന പേര് അൽ അമീൻ എന്നാണ്. അതായത് ദ ട്രസ്റ്റ് വർത്തി എന്നാണ് മക്കയിലെ ആൾക്കാർ വിളിച്ചിരുന്നത്. പ്രവാചകൻ്റെ ആദ്യത്തെ ഭാര്യ ആയിരുന്ന ഖദീജ, ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞിരുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പ്രവാചകൻ സ്വന്തക്കാരെ, അതായത് രക്തബന്ധങ്ങളെ ചേർത്തിരുന്നു. അതായത് അവരുമായിട്ട് നല്ല രീതിയിൽ പെരുമാറിയിരുന്നു, നല്ല രീതിയിൽ ബന്ധം വെച്ചിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കുക, അതായത് ആവശ്യക്കാരെ സഹായിക്കുക, ഗസ്റ്റിനെ നോക്കുക, അതേപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട്, ആരെങ്കിലും ഒപ്രഷൻ എന്ന് വെച്ചാൽ ആരെങ്കിലും ഒപ്രസ് ചെയ്താൽ അവരുടെ കൂടെ നിൽക്കുക, സത്യത്തിൻ്റെ കൂടെ നിൽക്കുക. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായിരുന്നു. മക്കയുടെ പീരീഡ്, ഈ മക്കയിൽ താമസിക്കുന്ന സമയത്ത് 3 സ്റ്റേജാണ് പറയുന്നത്. ഒന്ന്, മക്കയിൽ ആദ്യത്തെ 3 വർഷം, അതായത് പ്രവാചകൻ ആയ ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. ആദ്യത്തെ 3 വർഷം ഈ അതായത് ദഅവത്ത്, ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക, അള്ളാഹുലേക്ക് ക്ഷണിക്കുക എന്ന ആ വർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യത്തെ 3 വർഷം വളരെ സീക്രട്ടാണ് ചെയ്തിരുന്നത്. സീക്രട്ട്, അത് പബ്ലിക് അനൗൺസ്മെൻ്റ് അല്ല, 1 to 1, അതായത് ആൾക്കാരെ ഓരോരുത്തരെയും ഇൻഡിവിജ്വലായിട്ട് കാണുക, എന്നിട്ട് അവരെ ക്ഷണിക്കുക. അങ്ങനെ 3 വർഷം അങ്ങനെയാണ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് 4-ാമത്തെ വർഷം, അതായത് പ്രവാചകനായിട്ട് 4-ാമത്തെ വർഷം മുതൽ മദീനയിലേക്ക് പോകുന്ന, ഹിജ്റ ചെയ്തു പോകുന്ന സമയം വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പബ്ലിക്കായിട്ട് ആൾക്കാരെ ക്ഷണിച്ചിരുന്നു, പബ്ലിക്കായിട്ട്. അത് പിന്നെ 3-ാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, അതായത് മക്കയ്ക്ക് പുറത്തുള്ള ആൾക്കാർ, ഈ 4-ാമത്തെ വർഷം മുതൽ 10-ാമത്തെ വർഷം വരെ പ്രവാചകൻ ഈ 4-ാമത്തെ വർഷം മുതൽ മദീനയിലേക്ക് പോകുന്നത് വരെയുള്ള സമയം പബ്ലിക്കായിട്ട് വിളിച്ചിരുന്നത് മക്കയിലുള്ള ആൾക്കാരെയാണ്. 10-ാമത്തെ വർഷം മുതൽ പിന്നെ ജീവിതം അവസാനം വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ, അതായത് മക്കത്ത് പുറത്തുള്ള ആൾക്കാരെയും അതേപോലെ തന്നെ മദീന, മക്ക, അറബ് രാഷ്ട്രങ്ങൾക്ക് പുറത്തുള്ള ആൾക്കാരെയും വിളിച്ചിരുന്നു. അപ്പോൾ 3 സ്റ്റേജായിട്ട് 3 ഡിഫറെൻറ്റ് സെക്ഷനായിട്ട് നമുക്ക് കാണാം പ്രവാചകൻ്റെ ദഅവത്തിൻ്റെ വർക്ക്. പിന്നെ മക്കയിലുള്ള ലൈഫ്, പ്രവാചകൻ്റെ മക്ക ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ 40 വയസ്സ് എത്തുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഏകാഗ്രത, ഒറ്റയ്ക്ക് പോയി ഇരിക്കുക, ചിന്തിക്കുക, ധ്യാനത്തിലിരിക്കുക, മെഡിറ്റേഷൻ, ഇത് പ്രവാചകന് ഇഷ്ടമുള്ളൊരു കാര്യമായി മാറി. അതായത് ഈ പ്രവാചക പട്ടം കിട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങളാണ്, 40 വർഷം മുമ്പുള്ള കാര്യങ്ങൾ, 40 വയസ്സിന് മുമ്പുള്ള കാര്യങ്ങൾ. അപ്പം പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഈ സവീഖെന്ന് അവർ അറബിയിൽ പറയും, നമ്മുടെ കഞ്ഞി എന്ന് പോലത്തെ ഒരു സംഗതി, ഈ ബാർലി കൊണ്ടുണ്ടാക്കിയ ഈ വെള്ളം ചേർത്ത് ബാർലി കൊണ്ടുണ്ടാക്കിയ ഒരു കഞ്ഞി പോലത്തെ അല്ലെങ്കിൽ സൂപ്പ് പോലത്തെ ഒരു സംഗതി, അതും കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരെ പോയി മക്കയിൽ നിന്ന് ഒരു പ്രവാചകൻ്റെ ഒരു ഫേവറേറ്റ് ഇഷ്ടപ്പെട്ടിരുന്നൊരു സ്പോട്ടാണ് ഈ ജബൽ അന്നൂർ. അത് അന്നൂർ എന്ന് പറയുന്ന ഈ കുന്നിൻ്റെ മുകളിലുള്ള ഹീറ എന്ന് പറയുന്ന ഒരു ഗുഹ, ചെറിയൊരു ഗുഹയാണ്, നീളവും വീതിയും വളരെ ചെറുതാണ്. അവിടെ പോയി ഇരിക്കുക, ചിലപ്പോൾ ദിവസങ്ങളോളം ഇരിക്കുക. ഇത് പ്രവാചകൻ്റെ ഒരു സ്ഥിരം ഇതായി മാറി, അതായത് പ്രാക്ടീസായി മാറി. ഇങ്ങനെയുള്ള ഏകാഗ്രത, അവിടെ പോയി ഇരുന്ന് അവിടുത്തെ മക്കയിലെ മൊറാലിറ്റി, അതായത് ഈ മോശമായിക്കൊണ്ടിരിക്കുന്ന മക്കയുടെ അവസ്ഥകൾ, അതേപോലെ തന്നെ ഈ ബിംബാരാധന, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആലോചിച്ചും ഇതിനുള്ള സൊല്യൂഷൻ എന്താണ് എന്നിങ്ങനെ ആലോചിച്ചും
ഒക്കെ അവിടെ പോയി ഇങ്ങനെ ഇരിക്കാറുണ്ടായിരുന്നു, ദൈവത്തെക്കുറിച്ച് ആലോചിച്ചും അങ്ങനെ ആ ഹീറ ഗുഹയിൽ പോയി ഇരിക്കാറുണ്ടായിരുന്നു. അപ്പം ഒരു പ്രാവശ്യം ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുന്ന സമയത്ത് ആണ് ഈ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് ഇഖ്റ എന്ന് പറഞ്ഞു. ഇഖ്റ എന്ന് അറബിയിൽ പറഞ്ഞാൽ റീഡ് എന്നാണ്, അതായത് വായിക്കുക. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ, മാ അന ബി ഖാരീൻ, എനിക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ. പിന്നെയും അപ്പം ഇങ്ങനെ പറഞ്ഞപ്പം ആ ഏഞ്ചൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെട്ടിപ്പിടിച്ച് വളരെയധികം ശക്തിവാക്തി കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പിന്നെ റിലീസ് ചെയ്തു. പിന്നെയും പറഞ്ഞ് ഇഖ്റ. പിന്നെ പ്രവാചകൻ പിന്നെയും പറഞ്ഞ് മാ അന ബി ഖാരി, എനിക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ. ഇത് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ തന്നെ 3 പ്രാവശ്യം ഉണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് എനിക്ക് ശ്വാസം മുട്ടുന്നതായത് വളരെയധികം സ്ട്രോങ് ആയിട്ട് കെട്ടിപ്പിടിച്ചിട്ടാണ് ഇങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഇത് പറഞ്ഞത്. 3ാമത്തെ പ്രാവശ്യം കഴിഞ്ഞപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്തു. അതായത് ഖുർആൻ്റെ ആദ്യത്തെ വചനങ്ങൾ 96ാമത്തെ സൂറയിലെ വചനങ്ങൾ ഓതിക്കൊടുത്തു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, വായിക്കുക, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥൻ്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞ് ഉള്ള ആയത്ത് അവിടെ ഇറക്കി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കഴിഞ്ഞ ഉടനെ തന്നെ, ഈ സംഭവം നടന്ന ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം പേടിച്ചു, വളരെയധികം പരിഭ്രാന്തിയിലായി. നേരെ ഓടി ഖദീജ റളിയല്ലാഹുവിന് അടുത്ത് വന്നു. ഖദീജ റളിയല്ലാഹു അൻഹ സമാധാനിപ്പിച്ചു. വീട്ടിൽ വന്ന് എന്നെ പുതപ്പിക്കുക പറഞ്ഞു. ജമ്മിലൂനി എന്നെ പുതപ്പിക്കുമെന്ന് പറഞ്ഞു. അതായത് പേടിച്ച് വിറച്ചാണ് വന്നിരിക്കുന്നത്, ഇത് സംഭവിച്ചെന്നാന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഖദീജ റളിയല്ലാഹു ഭാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിച്ചു. നിങ്ങൾ ബന്ധങ്ങൾ യോജിപ്പിക്കുന്ന ആളാണ്, നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആളാണ്, അതിഥികളെ നോക്കുന്ന ആളാണ്, നിങ്ങൾക്ക് ഒരു കാരണവശാലും പടച്ചവൻ്റെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച്. എന്നിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം കസിൻ ആയ വറക്ക ബിൻ നൗഫൽ എന്ന് പറയുന്ന ഒരു വ്യക്തി എടുത്തുകൊണ്ട് വളരെ പ്രായമുള്ള ഒരു സഹോദരൻ, ഖദീജയുടെ കസിനാണ്, അവിടെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ പോയിട്ട് വറക്ക ചോദിച്ചു, എന്ത് സംഭവിച്ചു, എന്താണ് പറ്റിയത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇത് കേട്ട് വളരെ സമാധാനത്തിൽ കേട്ടിട്ട് വറക്ക പറഞ്ഞ്, ഇത് മൂസ അടുത്ത് വന്നിരുന്ന അതേ നാമൂസ്, അതേ ഏഞ്ചലാണ് ഇത് നിങ്ങളടുത്ത് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ്, മോശയെടുത്ത് വന്ന ആ സെയിം ഏഞ്ചലാണ് നിങ്ങളടുത്ത് വന്നിരിക്കുന്നത് എന്ന് വറക്ക പറഞ്ഞിട്ട് പറഞ്ഞു, ഇത് നിങ്ങളെ ഇവിടുന്ന് ആൾക്കാർ പുറത്താക്കും. ആ സമയത്ത് എനിക്ക് ശക്തി ഉണ്ടെങ്കിൽ, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിശയമായി. എന്നെ അതായത് പ്രവാചകനെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലമീൻ എന്ന് പറയുന്നുണ്ട്, സത്യസന്ധെന്ന് വിളിക്കുന്നുണ്ട്, അങ്ങനെയുള്ള എന്നെ പുറത്താക്കുമോ എന്ന് പ്രവാചകൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ്, ഇങ്ങനെ ഈ പുസ്തകം ഇങ്ങനെയുള്ള മെസ്സേജ് കൊണ്ടുവന്ന എല്ലാവരെയും അവരുടെ ജനങ്ങൾ പുറത്താക്കിയിട്ടുണ്ട്. എനിക്ക് യൗവനമുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, ആ സമയത്ത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാനും നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് വറക്ക മരിച്ചും പോയി. ആദ്യത്തെ ഈ റെവലേഷൻ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ വലിയൊരു ഗ്യാപ്പ് വന്ന് റെവലേഷൻ ആയത് വഹി വരാതെയായി. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ അങ്കലാപ്പായി, ഇതെന്ത് സംഭവിച്ചു. അതായത് ഇങ്ങനെ ഒരു പ്രാവശ്യം വഹി വന്ന് പിന്നെ അത് വരുന്നില്ല എന്നുള്ളത് ഒരു വിഷമം, ഒരു ഡിപ്രഷനായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായിട്ട് പറഞ്ഞ കാര്യമാണ്, എനിക്ക് എന്നെ തന്നെ, അതായത് മലയുടെ മുകളിൽ കയറിയിട്ട് എടുത്ത് ചാടി ജീവിതം അവസാനിപ്പിക്കാൻ അങ്ങനെ പോലും വിചാരിച്ചു. അത്രമാത്രം ഡിപ്രഷനിലായി, എന്ത് സംഭവിച്ചെന്നറിയാതെ. അങ്ങനെ പല പ്രാവശ്യവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഡിപ്രഷൻ വരുമ്പോൾ മലയുടെ പുറത്ത് പോയി ചാടാൻ ഉള്ള തയ്യാറെടുപ്പിൽ പോയി. അവിടെ എത്തുമ്പോഴത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയും, യാ മുഹമ്മദ്, അതായത് മുഹമ്മദെ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് കേട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മനസ്സിന് ശാന്തമായി സന്തോഷത്തോടെ തിരിച്ചു വരും. ഇങ്ങനെ പലപ്പോഴും നടന്നു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായി, താൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമായി. അത് കഴിഞ്ഞ് മനസ്സിന് ശാന്തമായി.
ഇബ്നു ഹജർ പറയുന്നൊരു സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതായത് ഈ വഹി വരാനുള്ള താമസത്തിനൊരു കാരണം ഇബ്നു ഹജറിൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് അത് പ്രവാചകൻ്റെ മനസ്സിലുണ്ടായിരുന്ന പേടി മാറ്റുക, അതൊന്ന്. രണ്ടാമത് ഈ വഹി വരാനുള്ള ജിജ്ഞാസ അത് വർദ്ധിപ്പിക്കാനും വേണ്ടി കൂടിയാണ് അങ്ങനെ ആ ഗ്യാപ്പ് വന്നതെന്ന് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അവർ പറയുന്നു. പിന്നെ ഒരു പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ബുഖാരിയിലുള്ളൊരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, ഇത് ജാബിർ ഇബിൻ അബ്ദുള്ള റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ ഒരു ശബ്ദം കേട്ടു, ആകാശത്തു നിന്നൊരു ശബ്ദം കേട്ടു. അങ്ങനെ മുകളിൽ നോക്കുമ്പോഴത്തേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു വലിയ കസേരയിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിലായിട്ട് ഇരിക്കുന്നു, കസേരയിൽ ഇരിക്കുന്നു. ഇത് കണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പേടിച്ചിരുന്നു പോയി. പിന്നെ ഓടി വീട്ടിൽ പോയത്, പിന്നെയും ഖദീജ അടുത്ത് പറഞ്ഞ് എന്നെ കവർ ചെയ്യ്, എന്നെ പുതപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ മുദ്ദസ്സിർ എന്ന് പറയുന്ന സൂറ, 74-ാമത്തെ സൂറ, അതിൻ്റെ കുറച്ച് ആയത്തുകൾ അവിടെ ഇറങ്ങി. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ വലാ തംനുൻ തസ്തക്സിർ വലിറബ്ബിക ഫസ്ബിർ. ഇങ്ങനെയുള്ള കുറച്ച് ആയത്തുകൾ ഇറങ്ങി. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ആഹ്വാനം ചെയ്യാണ്, അനൗൺസ് ചെയ്യാണ്, ഇൻസ്ട്രക്റ്റ് ചെയ്യാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഹേ പുതച്ചു മൂടിയവനെ, ഖും ഫഅൻദിർ, എഴുന്നേറ്റ് ജനങ്ങളെ താക്കീത് ചെയ്യുക. വറബ്ബക ഫകബ്ബിർ, നിൻ്റെ രക്ഷിതാവിനെ മഹത്വപ്പെടുത്തുക. വസിയാബക ഫതഹിർ, നിൻ്റെ വസ്ത്രങ്ങൾ ശുദ്ധിയാക്കുക. വറുജ്സ ഫഹ്ജുർ, പാപം വെടിയുകയും ചെയ്യുക. ഒലാ തംനുൻ തസ്തക്സിർ, കൂടുതൽ നേട്ടം കൊതിച്ചുകൊണ്ട് നീ ഔദാര്യം ചെയ്യരുത്. അതായത് നമുക്ക് ഇങ്ങോട്ട് പ്രതിഫലം കിട്ടുമെന്ന് വിചാരിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യരുത്. ഒലി റബ്ബിക ഫസ്ബിർ, നിൻ്റെ രക്ഷിതാവിന് വേണ്ടി നീ ക്ഷമ കൊള്ളുക. ഇത്രയും കാര്യങ്ങൾ ഈ സൂറ മുദ്ദസ്സിറിലെ ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചോൻ ഇറക്കി കൊടുത്തു. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് 7 സ്റ്റേജസാണ് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോയത്. ഒന്ന്, ഈ പ്രവാചക പട്ടം കിട്ടുന്നതിന് തൊട്ട് മുമ്പ് 6 മാസം സ്വപ്നം കാണുന്നത് പകലാകുമ്പോഴത്തേക്ക് ആ സ്വപ്നം മുമ്പിൽ സാക്ഷാത്കരിക്കുന്നു, അതൊന്ന്. 2, ഈ ഏഞ്ചലിനെ കാണാതെ, മലക്കിനെ കാണാതെ തന്നെ ആ മലക്ക് പ്രവാചകൻ്റെ ഉള്ളിൽ ഉത്ബോധനങ്ങൾ ഇട്ടുകൊടുക്കും. അത് പറയുന്നത്, അതായത് ഒരു മനുഷ്യനും അവൻ്റെ മരണം, അവൻ്റെ മൊത്തം ജീവിതം, എഴുതിയിരിക്കുന്ന ജീവിതം കഴിയാതെ അവന് മരിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അവന് മരണം വരത്തില്ല. 2, അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനോട് വളരെ എളിമത്തത്തോടു കൂടി അവനോട് ചോദിക്കുക. അതായത് അള്ളാഹുവിനോട് ക്ഷമ പാലിക്കുക, അതായത് ആ ക്ഷമയില്ലാതെ ഡിസൊബീഡിയൻസ് വരാതെ ആ ലെവലിലോട്ട് പോകാതെ സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള ഇൻസ്പിറേഷൻസ് ജിബ്രീൽ അലൈഹിസ്സലാം മനസ്സിലിട്ട് കൊടുക്കുമായിരുന്നു, മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ തന്നെ. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കയ്യിലുള്ള നമുക്ക് തരാനുള്ള കാര്യങ്ങൾ, നമുക്ക് അള്ളാഹുവിൻ്റെ ഒബീഡിയൻസ്, നമ്മൾ അള്ളാഹുവിൻ്റെ അനുസരണയോടുകൂടി മാത്രമേ നമുക്കത് അള്ളാഹുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇൻസ്പിറേഷൻസ് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ്റെ മനസ്സിലിട്ട് കൊടുക്കുമായിരുന്നു. 3-ാമത്തെ സ്റ്റേജ് പറയുന്നത് ഏഞ്ചൽ, അതായത് മാലാക ജിബ്രീൽ മനുഷ്യരൂപത്തിൽ പ്രവാചകൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. ഇത് അങ്ങനെ വന്നിട്ടുള്ള സമയത്ത് പ്രവാചകൻ്റെ അനുയായികളും മലക്കിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. 4-ാമത്തെ സ്റ്റേജ്, ഈ ഏഞ്ചൽ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത് ഒരു ബെല്ലിൻ്റെ, അതായത് ഈ മണിയടിക്കുന്ന റിങ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ മണിയടിക്കുന്ന ആ ശബ്ദത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം വരിക. ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അതായത് വളരെ ബുദ്ധിമുട്ട് വരുത്തുന്ന തരത്തിലുള്ള ഒരു വഹിയാണ് ഈ റിങ് പോലെ വരുന്നത്. ഇത് പറയപ്പെടുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഒട്ടകത്തിൻ്റെ പുറത്തിരിക്കുകയാണെങ്കിൽ ആ ഒട്ടകം പോലും ആ വെയിറ്റ് കാരണം, ആ വെയിറ്റ് താങ്ങാതെ ഒട്ടകം പോലും ഇരുന്ന് പോകുമായിരുന്നു എന്ന് ഇങ്ങനെയുള്ള വഹി വരുമ്പോഴത്തേക്ക് ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 5-ാമത്തേത്, ഏഞ്ചൽ ജിബ്രീൽ അലൈഹിസ്സലാം
തൻ്റെ സ്വന്തമായ അതായത് ഒറിജിനൽ രൂപത്തിൽ പ്രവാചകൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് 2 പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. ഇത് സൂറ നജമിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 6-മത്തേത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിറാജിന് പോയി അവിടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ പോയപ്പോൾ അവിടെ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ്റെ മനസ്സിൽ ഇൻസ്പിറേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് വഹി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നേരിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെയാണ് നമസ്കാരം, 5 നേരത്തെ നമസ്കാരം നമുക്ക് ഇട്ടിരിക്കുന്ന ആ വഴിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന് അള്ളാഹുവിൽ നിന്നും നേരിട്ട് വന്ന ഇൻസ്ട്രക്ഷനാണ്. പിന്നെ 7-മത്തേത് ലാസ്റ്റ് വൺ പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് അള്ളാഹുവായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 7 ഡിഫറെൻറ്റ് രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ 7 ഡിഫറെൻറ്റ് രീതിയിൽ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് സംസാരിച്ച സീറത്തുൻ നബിയുടെ സെക്ഷൻ. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡ് മുതൽ നമ്മൾ പ്രവാചകൻ്റെ ദഅവ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഡിസ്കസ് ചെയ്യും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.